ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് സിമിയ. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു സൗദി ഷെയ്ക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ഷെയ്ക്കാണ്. അതുപോലെ തന്നെ ഈന്തപ്പഴമൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ കാരണങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു 10-15 ഈന്തപ്പഴം ഒന്ന് കുതിർത്തി എടുക്കണം കേട്ടോ, വെള്ളത്തിലിട്ടിട്ട്. എന്നിട്ട് നന്നായിട്ട് കുതിർന്നതിന് ശേഷം ഞാൻ അതിലെ കുരുവൊക്കെ റിമൂവ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ അതെന്തോരം വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലോട്ട് ഒരു 1/2 ലിറ്റർ പാൽ ഞാൻ നന്നായിട്ട് കട്ടിയാക്കിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലോട്ടൊരു 1/4 ഗ്ലാസ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നട്ട്സായിട്ട് കാഷ്നട്ടാണ് ചേർത്തേക്കുന്നത്. ഒരു സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി സെർവിങ് ഗ്ലാസ്സിലേക്ക് ഞാൻ ഇത് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷെയ്ക്കാണ് കേട്ടോ. ഈന്തപ്പഴമൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയൊരു ഷെയ്ക്കാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ബൂസ്റ്റ് ചേർക്കാം, അല്ലെങ്കിൽ വാനില ഐസ്ക്രീമോ എന്തൊക്കെ ചേർക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ കുറച്ച് വാനില ഐസ്ക്രീം ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള ഐസ്ക്രീമാണ് കേട്ടോ ഞാൻ ചേർത്തേക്കുന്നത്. അതുകൊണ്ടാണിത് ഒലിച്ചിറങ്ങുന്നത്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സും കൂടെയും ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ.